സുകുമാരൻ നായരനോ നാരായണ പണിക്കരോ. EWSന്റെ കഥ അറിയാമല്ലോ. ഈ ഇന്ത്യയിൽ ആദ്യമേ RSSും ജനസംഘവും BJPയും ചിന്തിക്കുന്നതിന് മുമ്പ് എക്കണോമിക്കലി വീക്കർ സൊസൈറ്റി, അതായത് അപ്പർ കാസ്റ്റിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അംബേദ്കർ റിസർവേഷൻ വെച്ചത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. നൂറ്റാണ്ടുകളായി, ദശാബ്ദങ്ങളായി, വർഷങ്ങളായി നേരിട്ട് അട്രോസിറ്റിക്കുള്ള കോമ്പൻസേഷനാണ് ഈ റിസർവേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാതെ നമുക്ക് കിട്ടുന്ന ഈ സ്റ്റൈഫൻറ്റോ അതൊന്നും അല്ല. ഈ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന കോമ്പൻസേഷനാണ്, അടിമയാക്കി വെച്ചതിൻ്റെ കോമ്പൻസേഷനാണ്. അതാണ് അംബേദ്കർ ഉദ്ദേശിച്ചത്. ഇവിടെ 1957 ഒന്നാമത്തെ EMS സർക്കാർ ഒന്നാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് EWS വേണമെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട മഹാനാണ് EMS ശങ്കരൻ നമ്പൂതിരിപ്പാട്. കേരളത്തിൽ 2 ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഒന്ന് 57 അതും രണ്ടാമത് VS അച്യുതാനന്ദൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ. അപ്പോൾ 57 ഇത് നടപ്പിലാക്കാൻ വേണ്ടി പോയില്ല, എഴുതി ഒപ്പിട്ട് കയ്യിൽ വെച്ചു. നടപ്പിലാക്കിയത് ഏത് സർക്കാരെന്നറിയാം? ഇടതുപക്ഷ പിണറായി സർക്കാർ. ഈ ഇടതുപക്ഷ പിണറായി സർക്കാർ ദളിത് വിമോചകരാണ്, ദളിത് സംരക്ഷകരാണെന്നൊക്കെ നാളെ നിങ്ങളോട് ആരോ എന്തെങ്കിലും പറഞ്ഞു വരുവാണെങ്കിൽ എൻ്റെ അടുക്ക പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ പറഞ്ഞു കൊടുക്കാം അവർക്ക്. എൻ്റെ ഫോൺ നമ്പറും കൊടുത്തിരുന്നാൽ മതി. അപ്പം ഇതാണ് EWS. അപ്പം നമ്മൾ ഈ 9.1881 പോപ്പുലേഷൻ മാത്രം ഉള്ളപ്പം അത് കൂട്ടാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ നായന്മാർക്ക് EWS കൊടുക്കാം. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടോയെന്ന് വെച്ചാൽ 50ൻ്റെ അകത്ത് റിസർവേഷൻ നിൽക്കണം, 50 ജനറൽ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഭയങ്കര പഠിപ്പിച്ചിട്ടായിരുന്നു, അതുകൊണ്ട് ഭയങ്കര മാർക്കായിരുന്നു. അപ്പോൾ MSCക്ക് പോയപ്പം എനിക്ക് BSCക്ക് 82% മാർക്കുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മെറിറ്റിൽ സീറ്റ് മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, മെറിറ്റ് സീറ്റ് വന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടീഷൻ വെച്ചു, എൻ്റെ SC സീറ്റ് മറ്റൊരു SC കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തു. അതായത് ഞാൻ മെറിറ്റിലോട്ട് മാറിയപ്പോൾ എൻ്റെ SC സീറ്റ് മറ്റൊരു കുട്ടിക്ക് അവസരം കിട്ടി. അതാണല്ലോ സംഭവം. അപ്പോൾ ഞാൻ മെറിറ്റിലോട്ട് മാറിയത് കൊണ്ടാണല്ലോ. EWSൻ്റെ ടെക്നിക്കൽ ഗ്ലിച്ച് അവിടെയാണ്. 50 സീറ്റ് എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്, അപ്പുറത്തുള്ള 50 സീറ്റ് ജനറൽ കാറ്റഗറിയിൽ. പക്ഷേ ആ 50 സീറ്റിൽ 10 സീറ്റ് എടുത്ത് അപ്പർ കാസ്റ്റിന് EWS എന്ന് പറഞ്ഞ് റിസർവ് ചെയ്തപ്പോൾ ബാക്കി 40 സീറ്റേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതായത് ഞാൻ ഇനി 40 സീറ്റിൽ പോയി കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാൻസ് കുറയുക. ഇത് റിസർവേഷൻ അട്ടിമറിക്കുന്നതാണ്. 50-ന് മേളിൽ പോരെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. കേസ് നടന്നുകൊണ്ടിരിക്കുക. മറാത്ത അവിടെയും ഇതുപോലെ, മറാത്തയിലും മഹാരാഷ്ട്രയിലും ഇതുപോലെ ഒരു സംവരണ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. EWS കേസ് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ എപ്പോൾ തീരും, എങ്ങനെ തീരും എന്നൊന്നും അറിയില്ലല്ലോ. സോ ഞാനെപ്പോഴും അതുകൊണ്ട് ഇതെല്ലാം കാണും, ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ സൈക്കിൾ ഓടിച്ചുകൊണ്ട് മതിലിടിക്കുന്ന പോലെ വാട്ട് ഷുഡ് ബി ഡു, എവിടുന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ നമ്മളിത്, ഹൗ വി വിൽ കം ടുഗദർ, ഹൗ വി വിൽ ഫൈറ്റ് ഫോർ അവർ ഡിഗ്നിറ്റി. ഡിഗ്നിറ്റിയാണ് എനിക്ക് ആദ്യം വേണ്ടത്, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, എനിക്കുള്ള റൈറ്റ്സ്. അത് ഒരു ഹ്യൂമൻ റൈറ്റ്സാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ ദളിത് റൈറ്റ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വോയ് ദളിത് എന്ന് തന്നെ വിളിക്കുന്നത്. എനിക്ക് വേണ്ടത് മനുഷ്യാവകാശം പോലും അല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിലുള്ളൊരു പ്രൊഫസറിനോട് സംസാരിച്ചപ്പോൾ ആ പ്രൊഫസർ എന്നോട് പറയാം, ദർ ഇസ് 2 ഡിഫറെൻറ്റ് തിങ്സ് റജി. ദർ ഇസ് വൺ ഈസ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് അനദർ തിങ് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. യു ഷുഡ് ആസ്ക് ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഞാൻ ചോദിച്ചു, അതെന്നാ സാറെന്ന് ചോദിച്ചു. റജി, ഹ്യൂമൻ റൈറ്റ്സ് തള്ളിക്കളയാം, കാരണം അത് കോടതി പോയി നിനക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അംബേദ്കർ വിഭാവനം ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ലംഘിക്കപ്പെട്ടാൽ നിനക്ക് കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാം. സോ യു ഷുഡ് ഹാവ് സോ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ബയോയിലെല്ലാം തിരുത്തി, ഞാൻ മനുഷ്യാവകാശ പ്രവർത്തകനൊന്നുമല്ല, ഞാൻ ഇനി മൗലിക അവകാശ പ്രവർത്തകനാണ്. അതൊരു വലിയ ഡിഫറൻസ്. ആ പ്രൊഫസർ ഈസ് സം 81 ആയി, ഡൽഹി ജൈനിലെ ഡീനൊക്കെ ആയിരുന്നു, 81 വയസ്സായി. നമ്മളുടെ ഗ്ലോബൽ മീറ്റിങ്ങിൽ ഇരുന്നപ്പം കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ, യു ആർ ടോക്കിംഗ് അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ്, വി ഡോണ്ട് വാണ്ട് ഹ്യൂമൻ റൈറ്റ്സ്, ഇറ്റ്സ് നോട്ട്, ഐ എം നോട്ട് അഗൈൻസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ്, ബട്ട് ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ഇറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിച്ച് മാറ്റേഴ്സ് മോർ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ചലഞ്ച്ഡ് ഇൻ ദ കോർട്ട്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ മലയാളം ആലോചിച്ചത്. മനുഷ്യാവകാശമല്ല വേണ്ടത്, മൗലികാവകാശം. ഞാനപ്പോൾ ഇങ്ങനെ ഇരുന്ന് തലയിട്ടടിക്കും, എന്ത് ചെയ്യണം. ഞാൻ ഈ പറയുന്ന നമ്മുടെ ഫേസ്ബുക്കിലും ഈ കഴിഞ്ഞ ദിവസം തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ദളിതർക്ക് എല്ലാവരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ എനിക്ക് സമയമില്ല പറഞ്ഞു. എന്നെ കൊണ്ട് സമയമൊന്നുമില്ല ഞാൻ പറഞ്ഞു. കാരണം ഇങ്ങനെ തലയിട്ട് തല്ലി സൈക്കിൾ റൈഡിങ് എ സൈക്കിൾ ടു ദ വാൾ എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. ഈ സൈക്കിൾ ഇങ്ങനെ ഓടിച്ചോണ്ടെങ്കിൽ ഭിത്തിയിലിടിച്ച് എന്ത് പറ്റും, നമ്മൾ മുന്നിൽ കുത്തി വീഴത്തുള്ളൂ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം ഗ്ലോബലിയൊക്കെ നമ്മൾ UN മീറ്റിങ്ങിനൊക്കെ ഞാൻ പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറയുന്നത് ചില സമയം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് കഴിയുമ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, യു ഗോ ബാക്ക് ടു ദ ബേസിക്സ്. ആ ഓൾഡ് സ്കൂൾ പ്രാക്ടീസസ് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. ആദ്യം തൊട്ട് തുടങ്ങാം, പഴയ ചട്ടങ്ങളും ക്രമങ്ങളും എന്തായിരുന്നു അത് നോക്കാം, പഠിക്കാം. പഴയ നമ്മുടെ ചിട്ടവട്ടങ്ങൾ എന്തായിരുന്നു അത് പിന്തുടരാം. അതിലൊന്നാണ് ഈ മാനിഫെസ്റ്റോ.